On the metro water, very comfortable. സൂപ്പറാണ്. നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ നന്നായിട്ട് ഇതിൽ പോകുമ്പോൾ കംഫർട്ടായിരിക്കും പോവാം. ഞാനൊരു 3-4 തവണ വന്നിട്ടുണ്ട്. വൈപ്പിൻ ഫോർട്ട് കൊച്ചി എറണാകുളമൊക്കെ ആയിട്ട് പോയി വരാൻ ഈസി ആയിട്ടൊരു യാത്രാ സൗകര്യം. നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് കൊച്ചിയുടെ ഗതാഗത മേഖലയ്ക്കും ടൂറിസത്തിനും കുതിപ്പാകുന്ന വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചി ടെർമിനലിലാണ്. കേരളത്തിലെ വികസന പദ്ധതിയായ മെട്രോ ട്രെയിൻ വിജയകരമായി പൂർത്തീകരിക്കുമ്പോൾ KMRL നടപ്പിലാക്കിയ പുതിയ പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചിയുടെ തന്നെ അഭിമാനമെന്ന് നമുക്ക് പറയാം. കരയിലൂടെയുള്ള അതിവേഗ സഞ്ചാരത്തിനോടൊപ്പം ജലപാതയിലൂടെയും അതിവേഗത്തിൽ കുതിക്കുകയാണ് കൊച്ചിക്കാർ. കഴിഞ്ഞ വർഷം ഏപ്രിൽ 25-നാണ് വാട്ടർ മെട്രോയുടെ ആദ്യഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചത്. ഒരു വർഷം പിന്നിടുമ്പോൾ 18 ലക്ഷം യാത്രക്കാരുമായി ജൈത്രയാത്ര തുടരുകയാണ് കൊച്ചി വാട്ടർ മെട്രോ. On the metro water, very comfortable and cool. And yeah, very calm on the ocean, and the air conditioning, very cool, very good. Most enjoyable. സൂപ്പറാണ്. നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ നന്നായിട്ട് ഇതിൽ പോകുമ്പോൾ കംഫർട്ടായിരിക്കും പോവാം. ഇന്ന് ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വന്നിട്ട് കൊച്ചിയിൽ വന്നിട്ട് പോകുന്നത്. ആദ്യം ഫാമിലി ആയിട്ടൊക്കെ വന്നായിരുന്നു. കുഴപ്പമില്ല, അടിപൊളിയാണ്. എന്തായാലും എങ്ങനെ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് അത് മിക്ക ആൾക്കാരും അത് തന്നെയാണ്. ഇത് അല്ലാണ്ട് യാത്ര ചെയ്യാനുള്ളതല്ല, ഇതിലൊന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും. ആദ്യഘട്ടത്തിൽ ഹൈക്കോർട്ട് വൈപ്പിൻ വൈറ്റില കാക്കനാട് റൂട്ടിലാണ് സർവീസുകൾ നടത്തിയത്. പിന്നീട് സൗത്ത് ചിറ്റൂർ ഹൈക്കോർട്ട്, സൗത്ത് ചിറ്റൂർ ചേരാനെല്ലൂർ എന്നിവിടങ്ങളിലും സർവീസുകൾ ആരംഭിച്ചു. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് ബോട്ടിംഗ് സർവീസ്. എല്ലാ യാത്രക്കാരും വാട്ടർ മെട്രോയിൽ സഞ്ചരിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി മിനിമം 20 രൂപ മുതൽ മാക്സിമം 40 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകളായ ഇവ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളും പൂർണ്ണമായി ശീതീകരിച്ചതും 100 പേർക്ക് ഒരേ സമയത്ത് യാത്ര ചെയ്യാനുള്ള സൗകര്യവും ഫീഡിംഗ് ഏരിയയും ഉൾപ്പെട്ടതാണ്. കൊച്ചിയുടെ വിനോദസഞ്ചാരത്തിന് കരുത്തേകാൻ വാട്ടർ മെട്രോയുടെ 1ാം വാർഷികത്തിൽ പുതിയ റൂട്ടുമായാണ് സഞ്ചാരികളെ വരവേൽക്കുന്നത്. കൊച്ചി ടൂറിസത്തിന്റെ ആസ്ഥാനമായ ഫോർട്ട് കൊച്ചിയിലേക്ക് ഹൈക്കോർട്ടിൽ നിന്ന് പുതിയ സർവീസുകൾ ആരംഭിച്ചു. ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ യാത്രാ സംവിധാനമായിരിക്കും ഈ സർവീസ്. ഞാനൊരു 3-4 തവണ വന്നിട്ടുണ്ട്. സൗകര്യങ്ങളൊക്കെ നല്ലതാണ്. നമുക്ക് ഏറ്റവും ചീപ്പായിട്ടും ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ചീപ്പ് എയർ കണ്ടീഷൻഡ് ബോട്ട് സർവീസാണ് ഇതിൽ ഓഫർ ചെയ്യണത്. അത് കമ്പാരിറ്റീവ്ലി ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് ഇത്. അപ്പോൾ സൺസെറ്റിനും അതുപോലെ തന്നെ ബാക്കി കൂടുതൽ ആൾക്കാരും ടൂറിസ്റ്റുകളാണ് ഇവിടെ വന്നത്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ടൂറിസത്തിൻ്റെ ഒരു പുതിയൊരു മേഖലയായിട്ടാണ് ഈ വാട്ടർ മെട്രോ ഇനി ഡെവലപ്പ് ആകാൻ പോകുന്നത്. ഇതിപ്പോൾ കുറച്ച് നാൾ മുമ്പേ നമ്മുടെ നോർമൽ മെട്രോ വന്നതിന് മുമ്പേ ഇവിടെ വരേണ്ടതായിരുന്നു. ഈവൻ ഇൻഫ്രാസ്ട്രക്ചറിനൊന്നും അഡീഷണൽ കോസ്റ്റ് ഒന്നും നമുക്കിവിടെ കൊടുക്കേണ്ടതില്ല. ബാക്കിയുള്ള സ്റ്റേറ്റുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു വലിയൊരു റിസോഴ്സാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അത് നേരത്തെ ആവായിരുന്നു. അതാണ് നമ്മുടെ ഒരു പൊതുവെയുള്ളൊരു അഭിപ്രായം. അതെ, ടൂറിസ്റ്റ് മുമ്പ് ആണെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് റോറോ ജെട്ടി വഴിയാണെന്ന് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നമുക്ക് അതും കൂടി വന്ന കാരണം ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് എറണാകുളം മുതൽ ഫോർട്ട് കൊച്ചി വരെ നമുക്ക് ഇതിൽ തന്നെ ട്രാവൽ ചെയ്യാം. അതൊരു ഈവൻ ട്രാഫിക്കുള്ള ടൈമിൽ പോലും നമുക്ക് ഐലൻഡ് വഴിയുള്ള ട്രാഫിക്കൊക്കെ നമുക്ക് ബൈപ്പാസ് ചെയ്ത് പോകാനും ഇത് നല്ലൊരു ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് നേരത്തെ ഈ കൊച്ചിയുടെ ഒരു കൺജഷൻ കുറയ്ക്കാനായിട്ട് നമ്മുടെ നോർമൽ മെട്രോ വന്നതിൻ്റെ ഒപ്പം തന്നെയെങ്കിലും ഇത് വരേണ്ടതായിരുന്നു. ഇനിയും കുറച്ച് സ്റ്റേഷനുകൾ വരാനുണ്ട്. അതെല്ലാം കണക്ടിവിറ്റി ആയി കഴിയുമ്പോൾ നല്ലൊരു വാട്ടർ നെറ്റ്വർക്ക് ഇവിടെ ഡെവലപ്പായിട്ടുണ്ടാവും. അപ്പോൾ അത് ടൂറിസത്തിന് നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. വൈപ്പിൻ ഫോർട്ട് കൊച്ചി എറണാകുളമൊക്കെ ആയിട്ട് പോയി വരാൻ ഈസി ആയിട്ടൊരു
യാത്രാ സൗകര്യം കൊച്ചി മെട്രോ ഒരുക്കിയതിൽ വളരെ സന്തോഷം. പിന്നെ ടൂറിസ്റ്റുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും പറ്റിയൊരു ഇതാണ്. ഏത് അറിവില്ലാത്തവർക്കും വന്നു കഴിഞ്ഞാൽ പ്ലസ്സുമായിട്ട് മെട്രോയിൽ വന്ന് കയറി പോകാൻ യാതൊരുവിധ ചീറ്റിങ്ങോ ഒന്നുമില്ല. അന്തരീക്ഷം ഇവിടെ കുറ്റിക്കാടിൻ്റെയും വൈപ്പിൻകര എറണാകുളം എല്ലാത്തിൻ്റെയും സൈസ് നല്ലൊരു ഇതാണ് ടൂറിസം. അത് സമയം ഉച്ചയും സമയത്തായാലും രാവിലെ ആയാലും വൈകിട്ടായാലും ഒരു പ്രശ്നമില്ല. അതായത് AC ജേണിയല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. പിന്നെ ചെറിയൊരു സ്നാക്സ് ഇതിന് കിട്ടുകയാണെങ്കിൽ, അതായത് ടീ അല്ലെങ്കിൽ ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആവുകയാണെങ്കിൽ നല്ലത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് കൊള്ളാം. സീറ്റ് കിട്ടിയില്ല, എല്ലാവരും ഇപ്പോൾ കയറി തുടങ്ങിയിട്ടല്ലോ, കുഴപ്പമില്ല, നല്ലൊരു സൗകര്യമുള്ള. കുറച്ച് കൂടുതലായി തോന്നി. പിന്നെ ടൈം കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. 6:05 പറഞ്ഞു, ഇപ്പോൾ 6:30